ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ യൂട്യൂബായിട്ട് തന്നെ ആ വീഡിയോ റിമൂവ് ആക്കിയത്. എന്താ കാരണം അറിയത്തില്ല. പക്ഷേ അത് നല്ല രീതിയിൽ നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോസ് ആയിരുന്നു. സംഭവം നല്ല ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന കണ്ടന്റ് മുമ്പിലായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ ആം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. ഓക്കെ, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് മാക്സിമം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നമ്മുടെ വീഡിയോ കാണുക. അതായത് ഷോർട്ടെക്സ് എന്നല്ല ഏതൊരു ബൈനറി പ്ലാറ്റ്ഫോമിനകത്തും മാക്സിമം നിങ്ങൾ ഡെമോയ്ക്കകത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലൈവ് അക്കൗണ്ടിനകത്ത് ഫണ്ടിട്ടിട്ട് ട്രേഡ് എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എവിടുന്നെങ്കിലും കുറച്ച് നോളജ് പഠിച്ചിട്ട് വന്നിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് അതിനകത്ത് ഇറങ്ങുക, പിന്നെ അതിനകത്തേക്ക് ലോസിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും എന്തിനായാലും നിങ്ങളുടെ സ്വന്തം പണമാണ്, നിങ്ങളുടെ സ്വന്തം പണം നിങ്ങൾ മാക്സിമം നഷ്ടപ്പെടുത്താതിരിക്കുക. അതിനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു തുടങ്ങി, പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. സോ അത് കാരണം നിങ്ങൾ മാക്സിമം ഡെമോ അക്കൗണ്ടിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലൈവ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുക. അതായത് ഏതൊരു ടെലിഗ്രാം ഗ്രൂപ്പിലും ആരുടെ ഒരു ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്താലും, ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിനായാലും നിങ്ങൾ ആരുടെ ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താലും നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് ഒരു അക്യുറസി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് തരുന്ന സിഗ്നൽസ് മാക്സിമം പ്രോഫിറ്റബിൾ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അത് നശിപ്പിക്കാനാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഫണ്ട് കളയാൻ വേണ്ടിയുള്ള ഒരു ചാനലാണോ എന്നൊക്കെ നമ്മൾ മാക്സിമം പരീക്ഷിക്കുക. എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മാക്സിമം ട്രേഡ് എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ലോസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഇതിപ്പോൾ ഒരു ചാനലുകാരും ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം മാക്സിമം നിങ്ങളുടെ സ്വന്തം ഫണ്ടാണ്, നിങ്ങളുടെ ഫണ്ട് നശിപ്പിക്കാതെ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ലൈവ് അക്കൗണ്ടിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ വീഡിയോ ഇറക്കിയിട്ട് നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ആ വീഡിയോ ഏകദേശം 1 വീക്കോളം പോയി. അതിനുശേഷം യൂട്യൂബായിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്ത്. അപ്പോൾ എനിക്ക് ഓൾറെഡി മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ആ വീഡിയോ റിമൂവ് ആകുന്നത്. അതേ സെയിം ടോപ്പിക്കിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ആ വീഡിയോ ഇറക്കുന്നത്. അതിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായാലും കുഴപ്പമില്ല. ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീണ്ടും ഞാൻ സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ പറയുന്നത് ബോളിഞ്ചർ ബാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻഡിക്കേറ്റർ സെക്ഷനകത്ത് പോവുക. ഇൻഡിക്കേറ്റർ സെക്ഷനകത്ത് പോയതിനു ശേഷം നമ്മൾ ബോളിഞ്ചർ ബാൻഡ് എന്ന് പറഞ്ഞ ഇതുണ്ട്. ബോളിഞ്ചർ ബാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പീരിയഡ് ടൈം വന്നിട്ട് നമ്മൾ 22 ആക്കുക. ഡേവിയേഷൻ വന്നിട്ട് 1.06. ഇതാണ് ഇതിന്റെ സെറ്റിംഗ്. ഓക്കെ, ഈ സെറ്റിംഗിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല ഗുണങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അസെൻഡിങ് ലൈനും ഡിസെൻഡിങ് ലൈനും, അസെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ വശവും ടോപ്പും, ഡിസെൻഡിങ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം വശമാണ്. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വലുതാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈൻസ് ഒക്കെ ഒന്ന് വലുതാക്കുന്നത്. കാരണം ടോപ്പിലത്തെ ലൈനും ബോട്ടത്തിലെ ലൈനുമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അതായത് നമ്മുടെ ഈ സെറ്റപ്പിന്റെ മെയിൻ എന്താ പറയാ, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ഈ ടോപ്പിലത്തെ ലൈനും ബോട്ടത്തിലെ ലൈനും. അപ്പോൾ ഈ ടോപ്പിലെ ലൈനും ബോട്ടത്തിലെ ലൈനും നമ്മൾ മനസ്സിലാക്കുക. മാക്സിമം അത് കുറച്ച് നമുക്ക് കണ്ണിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന, ഇപ്പോൾ മൊബൈലിൽ ട്രേഡ് ചെയ്യുന്നതായാലും അവർക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ബ്ലാ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല അബദ്ധങ്ങളും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ അബദ്ധം തിരുത്തുക. കാരണം അത് തിരുത്തിയെടുത്ത് നമ്മൾ റിക്കവർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പാടുപെടേണ്ടി വരും. കാരണം എൻ്റെ ജീവിതത്തിലെ ഈ ഒരു ബൈനറിക്കകത്ത് 10-13-14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം ഗ്രാഫ് തുടങ്ങിയ സമയത്ത് ട്രേഡിങ് തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ ഒരു അനുഭവം നിങ്ങൾക്ക് അതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു, മനസ്സിലായി.
അപ്പോൾ ആ പറഞ്ഞു തരുന്ന നിങ്ങൾക്കിപ്പം പറഞ്ഞു തരാൻ 100 യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്, മാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയാസ് ഉണ്ട്, ഒത്തിരി ടിപ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ ഒരു ഇതുമില്ല. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത്രയും ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മാക്സിമം നമ്മളുടെ സെറ്റപ്പ് ഫോളോ ചെയ്യുക. ഇതേ സെറ്റപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ അതിനകത്ത് വേറെ ആൾട്ടർനേഷനും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ പീരിയോഡിക് ടൈം വന്നിട്ട് 22 ചെയ്യുക, ഡേവിയേഷൻ വന്നിട്ട് 1.06. ബാക്കി നോക്കിയ ടോപ്പിലെയും മിഡിലെയും ബോട്ടത്തിലെയും എല്ലാം ലൈനേജിന്റെ ഡെപ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂട്ടാം. അത് കൂട്ടുന്നത് കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടത് നോക്കിയേ, കൂട്ടുകയും ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അത് നിങ്ങളുടെയൊക്കെ താല്പര്യം പോലെ. അതുപോലെ കളർ ചേഞ്ചസ് വരുത്താം, മറ്റു കാര്യങ്ങളെല്ലാം വരുത്താം. അപ്പം ഞാൻ പിന്നെ വേറെ ഒരു കാര്യങ്ങളെ പറയും. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ഡിസെൻഡിങ് ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴത്തേക്ക് ഡിസെൻഡിങ്, ഇപ്പോൾ ഞാൻ ഡിസെൻഡിങ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു. നമ്മൾ ഇതങ്ങനെ വർക്ക് ചെയ്ത് നോക്കിയത് ഇതാണ്. നമ്മൾ ഒരു ട്രേഡ് എടുത്തു, 1 അല്ല 2 ട്രേഡ് എടുത്ത് ഡിസെൻഡിങ് ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത്, അതായത് നമ്മൾ ഡിസെൻഡിങ് ലൈനിലെ ലൈൻ കണ്ട സംഭവം. ഇത് മെയിൻ ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് സെറ്റപ്പാണ്. പ്രൈസ് ആക്ഷൻ ബേസ്ഡ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസെൻഡിങ് ലൈനിനെ നമുക്ക് ലിക്വിഡിറ്റി ഉള്ള ഒരു ക്യാൻഡിലാവട്ടെ, വിത്തൗട്ട് ലിക്വിഡിറ്റി ഉള്ള ഒരു ക്യാൻഡിലാവട്ടെ, നമുക്കത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പർലി നല്ലൊരു മാർക്കറ്റിനകത്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനിൽ നമുക്ക് വീണ്ടും ഒരു ക്യാൻഡിലും കൂടെ അവിടെ ഫോം ആകും. അതായത് സെയിം കളർ അസെൻഡിങ് എന്ന് വെച്ചാൽ ഗ്രീൻ കളറിലാണെന്നുണ്ടെങ്കിൽ അസെൻഡിങ്ങിൽ ഫോം ആയി കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ ഒരു ക്യാൻഡിൽ ഫോം ആവും. ഇത് കണ്ടോ, അതിന്റെ മൗസ് ഇരിക്കുന്നത് കണ്ടോ. അഥവാ അത് ബ്രേക്ക് ഔട്ട് ആയിട്ട് അവിടെ റീട്രേസ്മെന്റ് ക്യാൻഡിൽ, ഓപ്പോസിറ്റ് പാർട്ടി ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ 100% എന്ന് ഞാൻ പറയുന്നില്ല, 100% എന്ന് പറഞ്ഞാൽ തോന്നുന്നു എൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഡിലീറ്റ് ആയത്. 100% എന്ന് പറയുന്നില്ല, മാക്സിമം വീണ്ടും അത് തന്നെ, അത് എന്താ പറയുക, ഒരു 80 to 90% സെയിം എന്താ പറയുക, സെയിം കളർ തന്നെ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യാൻ ചാൻസസ് ജാസ്തിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമുക്ക് പിന്നെ തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ സെറ്റപ്പ് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ സെറ്റപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക എന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് ഡെമോയ്ക്കകത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ട്രൈ ചെയ്ത് ഡെമോയ്ക്കകത്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കൊരു 50%, 60%, 70%, 80% നിങ്ങൾക്ക് അക്യുറസി ഉണ്ടെന്നതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. കാരണം ഇത് നല്ലൊരു, കാരണം സാധാരണയായിട്ട് എനിക്കും ഈ താല്പര്യമില്ലാത്ത ഒരു സെക്ഷനാണ് ഈ എന്താ പറയുക ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം. ഞാൻ ഇൻഡിക്കേറ്ററിനകത്ത് ഞാൻ മാക്സിമം യൂസ് ചെയ്യാറില്ല. ഇപ്പം നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോക്കകത്തല്ലേ നിങ്ങൾ ഇൻഡിക്കേറ്ററിനെ പറ്റി കാണുന്നത്. ഞാൻ പുറകിലൊരു എന്താ പറയുക ഇതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഡോൺ ചേഞ്ച് ചാനൽ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ആയിരുന്നു. അപ്പം അതും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 മാസം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ആ വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കാര്യം നിങ്ങൾ മാക്സിമം ഇത് വീഡിയോ പുതിയ ആൾക്കാർ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റിലേക്ക് എത്തിക്കുക. കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊരാവശ്യം വന്നാലും നിങ്ങൾക്ക് എന്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ബൈനറിക്കകത്ത് നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു അറിവുകൾ നിങ്ങൾക്ക് എവിടെ നിന്നൊന്നും കിട്ടത്തില്ല. കാരണം അത്രയ്ക്കും 100% ഞാൻ പറയുന്നത് ഡീപ്പായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു അറിവ് ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ വേറൊരു അപ്ഡേഷൻ നമ്മളുടെ ചാനലിനകത്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് ബൈനറിയുടെ അത്യാവശ്യം ലോസ് ഇല്ലാത്ത രീതിയിൽ മെന്റർഷിപ്പ് ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് തുടങ്ങാൻ പോവുകയാണ്. അതായത് ബൈനറിയുടെ മെന്റർഷിപ്പ് ക്ലാസ് നമ്മൾ അത്യാവശ്യം, അതായത് 100 പേര് നമ്മളുടെ ചാനലിൽ 100 പേര് ബൈനറി നമ്മുടെ ഈ പുതിയൊരു കോഴ്സിനകത്ത് 100 പേര് ഇന്ന് ജോയിൻ ചെയ്യുന്നു. അതിനകത്ത് 10 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബൈനറിയുടെ കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. അതായത് ഒരു ബൈനറിക്കകത്ത് നമ്മൾ ചെയ്യാൻ എന്തെല്ലാം ആവശ്യമുണ്ട്, നമ്മൾ എന്തെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം, ആ വക കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കരുത്. ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളൊന്നും പഠിപ്പിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ബൈനറിയുടെ അത്യാവശ്യം നിങ്ങൾക്ക് ലോസ് ഇല്ലാത്ത രീതിയിൽ ഒരു സെഷൻ കംപ്ലീറ്റ്, അതായത് ഒരാളുടെ ഒരു സിഗ്നൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് നോളജ് വേണം. അപ്പോൾ ആ വക നോളജുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത്യാവശ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട്
ലോസ് ഇല്ലാത്ത രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിൽ എനിക്ക് നിങ്ങളെ എത്തിച്ചേരാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് നിങ്ങൾക്ക് ലോസ് ഇല്ലാതെ എങ്ങനെ ഇതിനകത്ത് ട്രേഡ് എടുക്കാം. ബൈനറി ഒരു കളർ കോഡിംഗ് സിസ്റ്റം ആണോ, അതോ ബൈനറി ചുമ്മാതെ ഒരു ഗെയിം ആണോ, ആ ഒരു ഗെയിം ആണോ അതോ റിയൽ ആണോ, അതോ മുകളിലോട്ട് ഇടുമ്പോഴത്തേക്കും അവിടുന്ന് 10x കിട്ടും, ഡൗണിലേക്ക് ഇടുമ്പോൾ 10x കിട്ടും, ആ ഒരു സിസ്റ്റം ആണോ, അതോ ഇതിനകത്ത് യാഥാർത്ഥ്യത്തിൽ ട്രേഡിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു 100 പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് 100 പേരെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും മെന്റർഷിപ്പ്. അതായത് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴേ എടുത്ത് പറയുന്നു. ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഒരു $10 ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ക്വാളിഫൈഡ് ആക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോക്കകത്തുള്ളത്. അപ്പം നമ്മളുടെ ചാനലിനകത്ത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ സമയത്ത് നിങ്ങൾ ഈ നമ്മളുടെ ചാനലിനകത്ത് വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുണം ഉണ്ടാകണം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ നമ്മുടെ ചാനലിനകത്ത് നിങ്ങൾ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ വാച്ച് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു 50% നിങ്ങൾക്ക് ഗുണം ഉണ്ടാകണം. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളുടെ ബൈനറിക്കകത്ത് നമ്മളുടെ ചാനലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ A to Z കാര്യങ്ങളും വെട്ടിപ്പും തട്ടിപ്പുള്ള കാര്യങ്ങളൊന്നുമല്ല, 100% ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിനകത്ത് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ടെലിഗ്രാം ചാനലിനകത്ത് നമ്മൾ ഡെയിലി നമ്മൾ 2 ടൈം ഇപ്പോൾ സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് 2 ടൈം എന്നുള്ള നമ്മൾ ഒരു 3 ടൈമിലിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുണ്ടോ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ സിഗ്നൽ കൊടുക്കുന്നുണ്ടോ, നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എല്ലാം 100% ആണ്. 100% എന്ന് പറയാനില്ല വീണ്ടും, എന്നാലും നോക്കി ഷോർട്ടായിട്ടുള്ള സിഗ്നൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ കാണുക. നിങ്ങൾ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ടെലിഗ്രാം ചാനലിനകത്ത് നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ 9 മണിക്ക് രാത്രി 9 മണിക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അപ്പം ഞാൻ ഈ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹൃദയം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. 100 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലോസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ഞാനൊരു ട്രെയിനറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം ആരൊക്കെയാണ് താല്പര്യമുള്ളത് പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക എല്ലാവരും പഠിച്ച് നല്ല ട്രേഡിങ്, അതായത് പ്രോഫിറ്റബിൾ ട്രേഡർ ആകട്ടെ എന്ന് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.